നമസ്കാരം. JCI വഴിത്തലിയുടെ പോഡ്കാസ്റ്റ് JCI കണക്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിലേറെയായി ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ എന്ന സംഘടന മുന്നോട്ട് വയ്ക്കുന്ന വ്യത്യസ്ത പോർട്ട്ഫോളിയോകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് 2026 ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകൾ ഉൾപ്പെടുന്ന സോൺ 20യെ നയിക്കുന്ന സോൺ 20യുടെ അമരക്കാരൻ JCI സെനറ്റർ ജെയ്സൺ അരക്കൽ. സ്വാഗതം. നമസ്കാരം. 2026 വർഷത്തിൽ JCI ഇന്ത്യ സോൺ 20യുടെ സോൺ പ്രസിഡന്റ്, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലയിലെ 50ലധികം ചാപ്റ്ററുകളുടെ ആ ഒരു യാത്ര എങ്ങനെ വിലയിരുത്തുന്നു, എങ്ങനെ ഫീൽ ചെയ്യുന്നു? താങ്ക് യു സോ മച്ച്. JCI വഴിത്തലയുടെ പോഡ്കാസ്റ്റായിട്ടുള്ള JCI കണക്റ്റിലേക്ക് ഒരു ഗസ്റ്റായിട്ട് വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഈ ഒരു ഇനിഷ്യേറ്റീവിന് അഭിനന്ദനം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ്. JCIക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഈ നമ്മൾ ഒത്തിരിയേറെ പ്രൊജക്റ്റുകളും പ്രോഗ്രാംസും ചെയ്യാറുണ്ട്, പക്ഷേ അതിന് വേണ്ടത്ര രീതിയിൽ PR കൊടുക്കുന്നുണ്ടോ, സോഷ്യൽ മീഡിയയിലുള്ള പ്രസൻസ് കൊടുക്കാറുണ്ടോ എന്ന് പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഒരു മാർക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ മാർക്കേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ പ്രൊജക്റ്റുകളുടെ ആ ഒരു ഇമ്പാക്റ്റും എണ്ണവും അതിൻ്റെ വലുപ്പമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വലിയ പ്രൊജക്റ്റുകൾ പലപ്പോഴും JCI നടത്താറുണ്ട്. പക്ഷേ ജനറൽ പബ്ലിക്കിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നു ത്രൂ സോഷ്യൽ മീഡിയ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാണ്. സോ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഈ കാലഘട്ടത്തിനനുസരിച്ച് JCIയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായിട്ട് ആളുകളിലേക്ക്, ജനറൽ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന JCI വഴിത്തലയുടെ ഈ ഒരു പോഡ്കാസ്റ്റ് ആയിട്ടുള്ള JCI കണക്റ്റിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. തീർച്ചയായിട്ടും JCI എന്ന സംഘടനയെപ്പറ്റി രണ്ട് വാക്ക് ആധികാരികമായി സംസാരിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാളാണ് താങ്കൾ എന്നെനിക്ക് മനസ്സിലാവുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി JCIയെ ഓരോ വർഷത്തിലും ഓരോ മേഖലകളിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസോട് കൂടിയാണ് ഈ വർഷം 2026 സോണിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷ വർത്തമാനമായി 2-3 വർഷങ്ങൾക്ക് ശേഷം സോണിനെ വീണ്ടും പോസിറ്റീവ് ആക്കിക്കൊണ്ട് തന്നെ വരവറിയിച്ചിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? ആദ്യമേ തന്നെ താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും അത് ഒരാളുടെ മാത്രം വിജയമല്ല. സോൺ 20യിലെ ഓരോ ലോക്കൽ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻസിൻ്റെയും സോൺ ഗവേണിംഗ് ബോർഡ് ടീമിൻ്റെയും പാസ്റ്റ് ലീഡേഴ്സിൻ്റെയും ഒരു ടീം വർക്ക് തന്നെയാണ് 2026 നമ്മുടെ സോൺ മെമ്പർഷിപ്പിൽ പോസിറ്റീവായി. JCI ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ ആദ്യത്തെ സോണായിട്ട് പോസിറ്റീവ് ആവാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമും എല്ലാവർക്കും ഒരു നന്ദി പറയാൻ കൂടി ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. മെമ്പർഷിപ്പിൽ ഓരോ വർഷവും എണ്ണം കൂടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ സംഘടനയോട് നമ്മൾ ചെയ്യുന്നൊരു വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് യുവാക്കളെ കോർത്തിണക്കിക്കൊണ്ട് ഈ സംഘടന മുന്നോട്ട് പോകുമ്പോൾ മെമ്പേഴ്സ് എപ്പോഴും കൂടുന്നത് വലിയ കാര്യം തന്നെയാണ്. അതിനുവേണ്ടി അങ്ങെടുത്ത ആ ഒരു നേതൃത്വ പാടവത്തിന് JCI വഴിത്തലിയുടെ അഭിനന്ദനം കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്കളുടെ JCI യാത്ര ഏത് വർഷമാണ് ആരംഭിച്ചത്? അതല്ലെങ്കിൽ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സംഘടനയെപ്പറ്റി അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? നല്ലൊരു ചോദ്യമാണ്. ഞാൻ 2026 JCIയിൽ ജോയിൻ ചെയ്തത്. മൂവാറ്റുപുഴ ഇഗ്നൈറ്റ് എന്ന് പറയുന്ന ഒരു ലോക്കൽ ഓർഗനൈസേഷനായിരുന്നു. ബൈ പ്രൊഫഷൻ ഞാനൊരു കോർപ്പറേറ്റ് ട്രെയിനറാണ്. ഒരു 15ഓളം വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഈ സംഘടനയെക്കുറിച്ച് ഞാൻ അറിയുന്നു. പൊതുവേ നമുക്ക് ആദ്യം താല്പര്യക്കുറവ് തോന്നുന്ന പോലെ തന്നെ എനിക്കും താല്പര്യക്കുറവ് തോന്നി. എന്നെ ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് വളരെ കൃത്യമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ ഈ ഓർഗനൈസേഷനിലേക്ക് വരുന്നു. ജസ്റ്റ് ആദ്യം വരുമ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, എൻ്റെ ട്രെയിനിങ് സ്കില്ലിനെ ഒന്നുകൂടെ പോളിഷ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. കാര്യം JCI എന്ന് കേൾക്കുമ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രെയിനേഴ്സ്, JCI അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്നെ കൂടുതൽ ആകർഷിച്ചത് ഒരു ട്രെയിനർ എന്ന നിലയിൽ എൻ്റെ ട്രെയിനിങ് സ്കില്ലിനെ ഒന്നുകൂടി പോളിഷ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ JCIയിലേക്ക് ആദ്യം കടന്നു വരുന്നത്. അങ്ങനെ ഞാൻ JCIയുടെ ട്രെയിനിങ് ലാഡേഴ്സായിട്ടുള്ള ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്, ചെയർമാൻഷിപ്പ് ആൻഡ് പാർലമെൻ്ററി പ്രൊസീജിയർ, സ്പീച്ച് ക്രാഫ്റ്റ്, സോൺ ട്രെയിനേഴ്സ് വർക്ക്ഷോപ്പ് പോലുള്ള പരിശീലനങ്ങളിലൂടെ കടന്നുപോയി. ഓൾറെഡി ഞാനൊരു ട്രെയിനർ ആയിരുന്നെങ്കിൽ പോലും കുറച്ചുകൂടി എൻ്റെ ആ സ്കില്ലിനെ എൻഹാൻസ് ചെയ്യാനും പോളിഷ് ചെയ്യാനും ഈ പ്രോഗ്രാമുകൾ സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ സംഘടനയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ അടുത്തറിയാനും 2018
ലോക്കൽ ഓർഗനൈസേഷൻ പ്രസിഡൻ്റ് ആവാനും പിന്നീട് 2019 സോൺ വൈസ് പ്രസിഡൻ്റ് ആവാനും പിന്നീട് അങ്ങോട്ട് സോൺ ഡയറക്ടറായിട്ട് വിവിധ പോർട്ട്ഫോളിയോകളിൽ, അത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ് പോലുള്ള പോർട്ട്ഫോളിയോകളിൽ സർവീസ് ചെയ്യാനും സാധിച്ചു. അങ്ങനെ 2026 വലിയ ഒരു സന്തോഷത്തോടെ സോൺ 20യുടെ സോൺ പ്രസിഡൻ്റ് ആവാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചു. JCയുടെ മാത്രം പ്രത്യേകതയാണെന്ന് തോന്നുന്നു ഒരു വർഷം ഒരു പോർട്ട്ഫോളിയോയിൽ മാത്രം നിൽക്കാൻ സാധിക്കുക. ഈ വർഷം പ്രസിഡന്റ് ആയെങ്കിൽ അടുത്ത വർഷം ആ പോസ്റ്റിൽ തുടരാൻ സാധിക്കാതെ അടുത്ത ആൾക്ക് അവസരം കൊടുക്കുക. അങ്ങനെയല്ലേ JCയുടെ ഒരു ലീഡർഷിപ്പിൻ്റെ സ്ട്രക്ചർ കൊണ്ടുവന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും JCയിലെ ഏറ്റവും നമ്മളെല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് JCI ക്രീഡ് ഉണ്ട്, JCI മിഷൻ വിഷനുണ്ട്. JCI മിഷനെ നമ്മൾ കേട്ടിട്ടുണ്ട്, ടു പ്രൊവൈഡ് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് എംപവർ യങ് പീപ്പിൾ ടു ക്രിയേറ്റ് പോസിറ്റീവ് ചേഞ്ച്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ഉള്ളിലുള്ള ലീഡർഷിപ്പിനെ, ആ സ്കില്ലിനെ ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ് JCI എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു മിഷൻ. നമ്മളെല്ലാം ലീഡേഴ്സാണ്. ഇപ്പോൾ ശ്രീജിത്തും ലീഡറാണ്. ഒരു ലീഡർ എന്ന നിലയിൽ ശ്രീജിത്ത് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ഞാൻ ഒരു ലീഡർ എന്ന നിലയിൽ കംപ്ലീറ്റ് ആണെന്ന് എനിക്കും പറയാൻ കഴിയില്ല. അപ്പോൾ എപ്പോഴും ദർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി, അല്ലേ? നമ്മളെ കുറച്ചുകൂടി ഒന്ന് പോളിഷ് ചെയ്യാൻ, കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ അവസരങ്ങൾ ഇനിയും ബാക്കി ഉണ്ട് എന്നുള്ളതാണ്. ആ അവസരങ്ങൾ തന്നെയാണ് JCI നൽകുന്നത്, ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. എത്രയോ നേതാക്കൾ രാഷ്ട്രീയപരമായിട്ടും മറ്റു മേഖലകളിലെല്ലാം തിളങ്ങുന്ന പല ലീഡേഴ്സും അത് JCI എന്ന പ്രസ്ഥാനത്തിലൂടെ അവരുടെ ലീഡർഷിപ്പിനെ പോളിഷ് ചെയ്ത് ആ മേഖലകളിലേക്ക് എത്തിപ്പെട്ടവരാണ്. അവിടെ യുവജനങ്ങളിൽ അവരുടെ നേതൃവാസനയെ കുറച്ചുകൂടി പോളിഷ് ചെയ്യാനുള്ള വലിയ അവസരങ്ങൾ നൽകുന്ന ഒരു സംഘടനയാണ് JCI. അതുതന്നെയാണ് പലപ്പോഴും JCI എന്ന സംഘടനയെ മറ്റ് സംഘടനകളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത്. അതായത് JCI നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുമ്പിലേക്ക് വെച്ച് തരികയാണ്. നമ്മളുടെ ഓരോ സ്കില്ലും ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഓരോരോ അവസരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞതിന് ശേഷം നാം അറിയാതെ തന്നെ ഓരോ അവസരങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി നമുക്ക് ഒരുപാട് സ്കിൽസ് ലഭിക്കുന്നുണ്ട്, അല്ലേ? ഇത് നമ്മൾ അറിയുന്നില്ല എന്നുള്ള, അതായത് ഒത്തിരിയേറെ അവസരങ്ങൾ കിട്ടുമ്പോൾ ശരിക്കുള്ള ഒരു അറിവ്, ഒരു വ്യക്തിയുടെ ഒരു അറിവ് എന്ന് പറയുന്നത് തനിക്ക് എന്താ അറിയില്ല എന്നുള്ള തിരിച്ചറിവാണ് ഏതൊരു വ്യക്തിയുടെയും ശരിയായ അറിവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ശ്രീജിത്ത് വിശ്വസിക്കുന്നു, അല്ലേ? സോ അങ്ങനെ നമുക്ക് എന്തെല്ലാം അറിയില്ല എന്നുള്ളത് തിരിച്ചറിയുന്നത് നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോഴാണ്. ഇപ്പോൾ നീന്തൽ അറിയാമോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി കഴിയുമ്പോൾ നീന്താൻ പറ്റാതെ വരുമ്പോഴാണ് എന്ന് പറയുന്നത് പോലെ, വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വണ്ടി എടുത്ത് ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് പറ്റാതെ വരുമ്പോൾ. അങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമുക്കത് അറിയില്ലെന്ന് തിരിച്ചറിയുള്ളൂ. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് പലപ്പോഴും നമ്മൾ കരുതാറുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ട്രെയിനറായിട്ട് ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് JCയിലേക്ക് വന്നത്. JCയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും എന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാനൊരു അമേച്വർ ട്രെയിനറായിരുന്നു JCയിൽ ജോയിൻ ചെയ്യുന്നവരെ. ആഫ്റ്റർ ജോയിനിങ് JCI ഒരു ട്രെയിനർ നിലയിൽ എന്നെ കുറച്ചുകൂടി പ്രൊഫഷണലാക്കാൻ അത് സഹായിച്ചു. കൈകാര്യം ചെയ്ത വിവിധ പോർട്ട്ഫോളിയോ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ അല്ലെങ്കിൽ ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയ ഒരു പോർട്ട്ഫോളിയോ ഏതാണ്? ഞാനൊരു ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ശ്രീജിത്ത് പ്രതീക്ഷിക്കുന്ന ഉത്തരം ഞാൻ സോൺ ഡയറക്ടർ ട്രെയിനിങ് ആയപ്പോൾ ഉള്ളതായിരിക്കും എന്നായിരിക്കാം. പക്ഷേ ഓരോ പോർട്ട്ഫോളിയോയും വ്യത്യസ്ത അനുഭവങ്ങളാണ് നൽകിയത്, ഒത്തിരി എക്സ്പീരിയൻസുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എങ്കിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഞാൻ 2018 യെല്ലോ പ്രസിഡൻറ്റ്, ലോക്കൽ ഓർഗനൈസേഷൻ പ്രസിഡൻ്റ് ആയപ്പോഴും സോൺ വൈസ് പ്രസിഡൻ്റായിട്ട് 2019 സർവീസ് ചെയ്തപ്പോഴാണ്. അതായത് നമ്മൾ ആളുകളുടെ കൂടെ നിന്നുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത്, അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത്, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച്, അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് സർട്ടൻ അച്ചീവ്മെൻറ്റ്സ് നേടിക്കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അത് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷേ അതൊരു ഡയറക്ടർഷിപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഒരു പ്രൊജക്ട് പ്ലാനിങ്ങും അതിൻ്റെ മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അത്രയധികം ആളുകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു ചെറിയ ഗ്യാപ്പ് ഉള്ളതുപോലെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് എൻ്റെ പ്രസിഡൻഷിപ്പും സോൺ വൈസ് പ്രസിഡൻഷിപ്പുമാണ്. ഇപ്പോൾ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ ഒരു പ്രസിഡൻഷിപ്പ് തന്നെയാണ്. ആളുകളിലേക്ക് കൂടുതൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എൻജോയ് ചെയ്തിട്ട് ഉള്ളത് ഈ പോർട്ട്ഫോളിയോകളാണ്. 18-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു ഓർഗനൈസേഷനാണ് JCI. 100ഓളം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള, 100ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന, ഇതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ നെറ്റ്വർക്കിംഗ് ആണ്. ഇപ്പോൾ കേരളത്തിലെ ഇവിടെ ഇരിക്കുന്ന നമുക്ക് അമേരിക്കയിലെ ഒരു രാജ്യത്തിലെ ഒരാളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും
എന്നുള്ള ഒരു വലിയ സാധ്യതയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. ലീഡർഷിപ്പിൻ്റെ ലാഡർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതല്ലാതെയുള്ള ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂടി JCA തരുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് ജേകോം പോലുള്ള വലിയ പ്ലാറ്റ്ഫോമുകൾ, അതിനെപ്പറ്റി എന്താണ്? ജേകോം നമുക്കറിയാം, ഇറ്റ്സ് ഓൾ അബൌട്ട് കൊളാബറേഷൻ അല്ലേ. രത്തൻ ടാറ്റ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ അയാളുടെ ജീവിതത്തിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്ന 5 പേരാരാണോ അവരുടെ സ്വഭാവം, അവരുടെ ശൈലി, അവരുടെ ആശയങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ സ്വാധീനിക്കപ്പെടും. അപ്പോൾ ജേകോമിൻ്റെ ഇപ്പോൾ നെറ്റ്വർക്കിങ്ങും ബിസിനസ് ഷെയറിങ്ങും ഒക്കെ നടക്കുമെങ്കിലും പേഴ്സണലി എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അത് തന്നെയാണ്. ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, പരസ്പരം വളർത്തുന്ന ഒരു പറ്റം യങ്സ്റ്റേഴ്സ് ഒത്തുകൂടുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ജേകോം. പ്ലസ് നമുക്കറിയാം ഇപ്പോൾ BNI പോലുള്ള ഓർഗനൈസേഷൻ പോലെ ജേകോം എന്നത് JCAയുടെ വലിയ സാധ്യതയെ പ്രയോജനപ്പെടുത്തുന്ന, ബിസിനസ് സാധ്യതയെ പ്രയോജനപ്പെടുത്തുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. ഒത്തിരിയേറെ ചെറുപ്പക്കാർ ജേകോമിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ആ ടേബിളിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായി ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ. അതായത് ഒരേ ബിസിനസ് ചെയ്യുന്ന 2 ആളുകൾ ഒരുമിച്ച് ഉണ്ടാവില്ല, പരസ്പരം ബിസിനസ് ഷെയർ ചെയ്ത് പോകുന്ന ഒരു മെക്കാനിസം, അങ്ങനെയല്ലേ? യെസ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. JCA എങ്ങനെ ഒരു വ്യക്തിക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളൊരു ചോദ്യമാണ് താങ്കൾ എന്നോട് ചോദിച്ചത്. ഞാൻ പറയുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും സ്കില്ലുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനെ 2ആയിട്ട് തിരിക്കാൻ പറ്റും. അതിലൊന്ന് സോഫ്റ്റ് സ്കില്ലും ഒന്ന് ഹാർഡ് സ്കില്ലുമാണ്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ മെക്കാനിക് ആണെങ്കിൽ ആ കമ്പ്യൂട്ടർ നന്നാക്കാനുള്ള വ്യക്തിയുടെ കഴിവാണ് ആ വ്യക്തിയുടെ ഹാർഡ് സ്കില്ല്. അതെ. അപ്പോൾ ആ സ്കില്ലിനെ എത്രത്തോളം ബിസിനസ്സാക്കി മാറ്റാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ നന്നാക്കുന്ന 2 പേര് ഒരു ടൗണിലുണ്ടെന്ന് വിചാരിക്കുക. ഇവർ 2 പേരും അവരുടെ ടെക്നിക്കൽ സ്കില്ലായ കമ്പ്യൂട്ടർ നന്നാക്കാനുള്ള അവരുടെ കഴിവിൽ എക്സലൻ്റ് ആണ്. തീർച്ചയായും. അപ്പോൾ ശ്രീജിത്ത് അവരുടെ ഒരാളുടെ അടുത്ത് ചെല്ലുന്നു. ഇവർ 2 പേരും നന്നാക്കും, കമ്പ്യൂട്ടർ നന്നാക്കും. പക്ഷേ ശ്രീജിത്ത് ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും മറ്റേ അടുത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് 2ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരാൾ പറഞ്ഞ സമയത്ത് തരുന്നില്ല, മറ്റേ ആളത് സമയത്ത് തരുന്നു. ഒരാൾ ചെല്ലുമ്പോൾ ആ സ്വീകരിക്കുന്ന ഒരു സ്റ്റൈല് വളരെ പൊളൈറ്റായിട്ട് ഹമ്പിളായിട്ട് സ്വീകരിക്കുന്നു, മറ്റേ ആൾ ഇച്ചിരി ഹാർഷായിട്ട് സ്വീകരിക്കുന്നു. 2 പേരും നന്നായിട്ട് കമ്പ്യൂട്ടർ നന്നാക്കാൻ അറിയുകയും ചെയ്യാം. രണ്ടാമതൊരവസരം വരുമ്പോൾ ഇതിൽ ആരുടെ അടുത്തായിരിക്കും പോകാൻ സാധ്യത? നമുക്ക് നല്ല അനുഭവം കിട്ടിയ ഇറ്റ്സ് ഓൾ അബൌട്ട് സോഫ്റ്റ് സ്കിൽ. പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ, അതിനെ ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, എഡ്യൂക്കേഷനിലൂടെ നമ്മുടെ കുട്ടികളും നമ്മുടെ യുവജനങ്ങളൊക്കെ പഠിച്ച് വന്നിട്ടുള്ളത് കൂടുതലും ടെക്നിക്കൽ സ്കില്ലുകളാണ് അല്ലേ. ഒരു വേദിയിൽ കയറി എത്ര വലിയ പൊസിഷനിലിരിക്കുന്നവരാണെങ്കിൽ പോലും സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത് വലിയൊരു ഫിയർ തന്നെയാണ്. JCAയിൽ വന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ $1 മില്യൺ സ്കില്ല് സ്വായത്തമാക്കിയിട്ടുള്ളവരാണ്. പബ്ലിക് സ്പീക്കിംഗ്. തീർച്ചയായിട്ടും ഞാനൊരു ട്രെയിനർ ആണെങ്കിൽ പോലും കുറച്ചുകൂടി മനോഹരമായിട്ട് എങ്ങനെ ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് ഞാൻ പഠിച്ചത് JCAയിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് സ്കിൽ സൈഡുകളെ വളർത്താനുള്ള ഒത്തിരിയേറെ അവസരങ്ങൾ, അത് JCSന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ മക്കൾ, നമ്മുടെ കുട്ടികൾ, ജൂനിയർ JCs വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടും ഒട്ടനവധി സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് സെഷൻസും കോമ്പറ്റീഷൻസും സമൂഹത്തിലേക്കുള്ള അവരുടെ ആ ഒരു കാഴ്ചപ്പാടിനെ പോലും മാറ്റുന്ന തരത്തിൽ ഒത്തിരിയേറെ പ്രോഗ്രാംസും പ്രൊജക്ട്സും JCA നൽകുന്നു. നമ്മുടെ ലേഡീസിന് വേണ്ടിയുള്ള ഒട്ടനവധി പ്രോഗ്രാംസും പ്രൊജക്ട്സും, ഇതെല്ലാം JCA നൽകുന്ന അവസരങ്ങളാണ്. JCAയിൽ ചേരുന്ന ഏതൊരാളും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, സംസാരിക്കാൻ പഠിക്കുന്നു അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുമ്പോൾ ആശയവിവരങ്ങൾ മാറുന്നു. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കിട്ടിയതായി സാധാരണ ലോക്കൽ ഓർഗനൈസേഷൻ മെമ്പേഴ്സ് ഉൾപ്പെടെ പറയാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക എന്തെങ്കിലും ട്രെയിനിങ് മൊഡ്യൂൾ JCAയ്ക്കുണ്ടോ? തീർച്ചയായിട്ടും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് പുറത്തു പോയി അറ്റൻഡ് ചെയ്യണമെങ്കിൽ വലിയൊരു തുക നമ്മൾ പലപ്പോഴും മുടക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതുമല്ല, ഒരു ദിവസത്തെ പ്രോഗ്രാമൊക്കെ ആയിരിക്കാം. പിന്നീട് അതിനൊരു കണ്ടിന്യൂവേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ JCA എന്ന് പറയുന്നത് സ്ട്രക്ചേർഡായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ വളരെ പേടിയുള്ള ഒരാളെ ആദ്യം തന്നെ വിളിച്ച് കുറേ പ്രോഗ്രാം കൊടുക്കുക എന്നുള്ളതല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അവിടെ ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് EPS എന്ന പേരിലുള്ള ഒരു 1 ഡേ പ്രോഗ്രാമാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് സ്റ്റാർട്ടേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അവിടെ അവരുടെ ആ പേഴ്സണൽ ഇൻഹിബിഷൻസിനെ മാറ്റിക്കൊണ്ട് ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുത്തുകൊണ്ട് അവരെ ഒന്ന് സംസാരിപ്പിച്ചുകൊണ്ട് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാതെ ആ ഒരു 1 ഡേ കഴിഞ്ഞു പോകുന്നു. അവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും തൊട്ടടുത്ത അധികം വൈകാതെ തന്നെ അവർക്ക് സ്പീച്ച് ക്രാഫ്റ്റ് എന്ന് പറയുന്ന JCA ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾ വെച്ചിട്ട് നടത്തുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഓർഗനൈസ് ചെയ്യുന്ന സ്പീച്ച് ക്രാഫ്റ്റ്, അതൊരു 2.5 ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. അത്
എങ്ങനെ ഇഫക്റ്റീവായിട്ട് ഒരു പ്രസൻറ്റേഷൻ നടത്താം കോൺഫിഡൻ്റ് ആയിട്ടെന്നുള്ളത് A to Z കാര്യങ്ങൾ വളരെ ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പ് പോലെ നടത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എത്ര പാർട്ടിസിപ്പൻസിനൊക്കെയാണ് അവിടെ പങ്കെടുക്കാൻ സാധിക്കുക? എണ്ണം എന്തെങ്കിലും ഉണ്ടോ? നല്ലൊരു ചോദ്യമാണ് അത്. ഒത്തിരി ആളുകൾ വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ഇൻഡിവിജ്വൽ കെയർ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 30 പേരടങ്ങുന്ന ഒരു വളരെ ചെറിയ ഗ്രൂപ്പിനെ വെച്ചിട്ടായിരിക്കും ഈ 2.5 day 3 ദിവസത്തെ പ്രോഗ്രാം ചെയ്യാം. 2.5 ദിവസത്തെ പ്രോഗ്രാം പോവുക. ആ 2.5 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയ പോലെ ആവില്ല ഒരിക്കലും തിരിച്ചു വരിക. ഒരുപാട് അവസരങ്ങൾ അതിലേക്ക് കിട്ടും. തീർച്ചയായിട്ടും ആ കോൺഫിഡൻസ് തന്നെ നമ്മുടെ ആ പങ്കെടുക്കുന്നവരുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ മാറുന്നു എന്നുള്ളതാണ്. ദെൻ എത്രയോ അതിൻ്റെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ സോൺ ട്രെയിനിങ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ് എന്നുള്ള പ്രൊഫഷൻ ഒരു കരിയറാക്കി മാറ്റുവാൻ ഉള്ള സാധ്യതകൾ പോലും ഓപ്പൺ അപ്പ് ആക്കി തരുന്ന രീതിയിലുള്ള ഒരു 4 day പ്രോഗ്രാം. എങ്ങനെ ഒരു ട്രെയിനിങ് ഇഫക്റ്റീവായിട്ട് എടുക്കാം, എങ്ങനെ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് ആവാം, അതിന് JCIൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പോലും നൽകുന്നുണ്ട്. അതായത് സോൺ ട്രെയിനർ എന്നുള്ള പോസ്റ്റിലേക്ക് നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റും. യെസ് നമ്മൾ ഒരുപാട് ആളുകളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ അവിടെയൊക്കെ കാണാറുണ്ട് JCI ഇന്ത്യ സോൺ ട്രെയിനർ എന്നൊക്കെ രീതിയിൽ. പലപ്പോഴും ആളുകൾ ഇത്തരം സംഘടനകളിൽ ചേരാൻ വൈകുന്നു അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാൻ വൈകുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് പലർക്കും ഇവിടെ എത്തിപ്പെടാൻ പറ്റാതെ പോകുന്നത്. എനിക്ക് തോന്നുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, ഇപ്പോൾ കുട്ടികളാവുന്ന സമയത്ത് തന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ജൂനിയർ JCs എന്ന കാറ്റഗറിയിലേക്ക് ഒക്കെ ആളുകളെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതെങ്ങനെയാണ്, ഏത് പ്രായത്തിലുള്ള ആളുകൾക്കാണ് അവിടെ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കുക, ജോയിൻ ചെയ്യാൻ സാധിക്കുക? യെസ്, നല്ലൊരു ചോദ്യമാണ്. കാരണം പലപ്പോഴും പല ആളുകളുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് വളരെ വൈകിയാണ് ഈ ഓർഗനൈസേഷനെ കുറിച്ച് അറിഞ്ഞത്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ അവസരങ്ങൾ മിസ്സായിപ്പോയി എന്ന് പറയുന്നവർ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ജൂനിയർ JC എന്ന് പറയുന്നത് 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഏജ് കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളെയാണ് JC ഇന്ത്യയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ജൂനിയർ JC ആയിട്ട് കൺസിഡർ ചെയ്യണേ. പക്ഷേ നമ്മളൊരു പേരൻസ് JC ആയിട്ടുള്ള അവരുടെ കുട്ടികളാണെങ്കിൽ ആ ഏജ് ബാർ ഇല്ലാതെ തന്നെ പല ഈവൻസിലും പങ്കെടുക്കാം. നാഷണൽ ഈവൻ്റ് ഒഴികെയുള്ള മറ്റ് ഈവൻറ്റുകളിലെല്ലാം അവർക്ക് പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആളുകൾക്ക് ഇങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ പങ്കെടുക്കാൻ ഒരു മടി തോന്നാറുണ്ട്. അല്ലെങ്കിൽ ചിലരെങ്കിലും, വളരെ മിനിമലാണ്, ചിലരെങ്കിലും ഈ സംഘടനയിൽ വന്നിട്ട് 1-2 വർഷം മെമ്പർഷിപ്പ് ഒക്കെ എടുക്കും, എന്നിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു ചെറിയ പെർസെൻറ്റേജ് എങ്കിലും ആളുകളെ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ സംഘടനയിൽ വന്നിട്ടൊരു മെമ്പർഷിപ്പ് എടുത്തു, നാഷണലിലേക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ പേയ്മെൻറ്റ് അടച്ചു എന്ന് കരുതി സംഘടന എന്തെങ്കിലും തരുന്നു എന്നുള്ളതല്ല. ദാറ്റ് മീൻസ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത് പോലെ തന്നെ, ജിമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു ഫീസ് അടയ്ക്കും. അപ്പോൾ നമ്മുടെ ആരോഗ്യം നന്നാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ എന്ന് കരുതി ഫീസ് അടച്ച് ആ ജിമ്മിൻ്റെ ഉള്ളിൽ കയറി വെറുതെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നന്നാവില്ല എന്ന് പറയുന്നത് പോലെ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അതിലെ അവസരങ്ങൾ ഉപയോഗിക്കണം. അവിടുത്തെ ഓരോ ഡംബലും മറ്റ് സംവിധാനങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ JCIയിലെ ഓരോ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. എത്രയോ അവസരങ്ങൾ, ഏരിയാസ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങളെ നമ്മൾ സ്വയമേവ പ്രയോജനപ്പെടുത്തുന്നിടത്തുനിന്നാണ് നമുക്കത് ഉപകാരമായിട്ട് വരിക. പലപ്പോഴും അത് ചിന്തിക്കാതെ 1-2 വർഷം മെമ്പർഷിപ്പ് മാത്രം എടുത്തിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു പോകുന്ന വളരെ മിനിമലായിട്ടുള്ള ആളുകളെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സംഘടനയിൽ ചേരുന്നതിന് എന്തെങ്കിലും മെമ്പർഷിപ്പ് പേയ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെല്ലാ വർഷവും അടയ്ക്കേണ്ടതാണോ? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഏതൊരു സംഘടനയും മുമ്പോട്ട് പോകുമ്പോൾ അതിനകത്തൊരു റണ്ണിങ് കോസ്റ്റ് വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ JCIക്കും വളരെ മിനിമലായിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ പേയ്മെൻറ്റ് വരുന്നുണ്ട്. അതെല്ലാ വർഷവും നമ്മൾ ഓരോ വർഷത്തിൽ ഇയർലിയാണ് നമ്മളത് ആ സബ്സ്ക്രിപ്ഷൻ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരിക. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ ഒരുപാട് സംഘടനകളുണ്ട്. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെയൊക്കെ തുടക്കം JCയിൽ നിന്നായിരുന്നു. JCയിൽ കുറച്ചു കാലം വർക്ക് ചെയ്യുന്നു, ലീഡർഷിപ്പിലേക്ക് വരുന്നു, പ്രസംഗിക്കാൻ പഠിക്കുന്നു, അതിനുശേഷം വേറെ സംഘടനകളിലേക്ക് പോകുന്നു, അവിടെ പെർഫോം ചെയ്യുന്നു. ഇനി ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളെടുത്താൽ അങ്ങനെയൊക്കെ ഒരുപാട് നേതാക്കന്മാരെ വാർത്തെടുത്തിട്ടുള്ള സംഘടനയല്ലേ JCI? തീർച്ചയായിട്ടും ഒത്തിരിയേറെ. ഞാൻ ആദ്യം പറഞ്ഞ ആ ആൻസർ തന്നെയാണ് ഇവിടെയും പറയാൻ ആഗ്രഹിക്കുന്നത്. JCIയുടെ മിഷൻ തന്നെ ലീഡേഴ്സിനെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. JCIയുടെ മാഗസിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാഗസിൻ്റെ പേരും ലീഡർ എന്നുള്ളതാണ്. സോ ഇവിടെ എത്രയോ ലീഡേഴ്സ്, മുൻ അമേരിക്കൻ പ്രസിഡൻറ്റുമാരടക്കം, UN പഴയ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള കോഫി അന്നൻ അടക്കമുള്ള ലോകോത്തര നേതാക്കന്മാരെല്ലാം JCIയുടെ പ്രൊഡക്ട്സ് ആണ് എന്ന് പലപ്പോഴും പല വേദികളിലും ഞാൻ കേട്ടിട്ടുണ്ട്.
അവരൊക്കെ ഒത്തിരി ഇൻ്റർനാഷണൽ ഫിഗേഴ്സാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഗോവൻ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സാർ അടക്കം JCIയുടെ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് വളർന്നു വന്ന ഒരു ലീഡറാണ്. എനിക്ക് അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാൻ പറ്റും, ഈ വർഷം നമ്മുടെ സോൺ 20യുടെ സോൺ ഗവേണിംഗ് ബോർഡ് മെമ്പറായിട്ടുള്ള സോൺ കോർഡിനേറ്റർ HGF സ്കോളർഷിപ്പ് ആ റോൾ എടുത്തിട്ടുള്ള സിജോ ഇലന്തൂർ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായിട്ട് എലക്ട് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ഇവരുടെയും പ്രിയങ്കരനായിട്ടുള്ള PJ ജോസഫ് സാർ അടക്കം മന്ത്രിയായിരുന്നു, തൊടുപുഴ MLA മന്ത്രിയുമൊക്കെ ആയിരുന്ന PJ ജോസഫ് സാർ അടക്കം നമ്മുടെ JCI തൊടുപുഴയുടെ പാസ്റ്റ് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. ഇനിയും എത്രയേറെ ഓപ്പർച്യൂണിറ്റികൾ പല കമ്പനികളുടെ തലപ്പത്ത് ഒക്കെ മറ്റ് സാംസ്കാരിക സംഘടനകളുടെ തലപ്പത്ത് ഒക്കെ ഇരിക്കുന്ന പല ആളുകളും നമ്മുടെ JCIയുടെ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റിയിലൂടെ അവരുടെ ലീഡർഷിപ്പിനെ കുറച്ചുകൂടി പോളിഷ് ചെയ്ത് കടന്നു പോയിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, JCIയുടെ ലീഡർഷിപ്പിൽ ഇരുന്ന ആളുകൾ പിന്നീട് അവരെവിടെ പോയാലും അവർ പെർഫോമേഴ്സാണ്. ഏതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ഈ JCIയുടെ ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ അവർ ഏതൊരു പെർഫോമൻസിലെ എത്രയോ ആളുകൾ പേഴ്സണൽ അനുഭവത്തിൽ എത്രയോ ആളുകൾ, അതായത് ഇതൊരു ഫാക്ടറി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു വ്യക്തിയെ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് പുറത്തു വിടുന്ന ഒരു ഫാക്ടറിയാണ് JCI എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് തരാൻ പോകുന്ന, ഒരുപാട് ട്രെയിനിങ്ങുകളിലൂടെ കടന്നു പോകുന്ന ഒരു വലിയ ഓർഗനൈസേഷനാണ് JCI. അവിടെ കടന്നു വരുന്ന ഓരോ മെമ്പേഴ്സിനും തീർച്ചയായിട്ടും വലിയ ഒരു ഗ്രോത്ത്, വലിയൊരു പെർഫോമൻസ് ലെവലിലേക്കുള്ള ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു ഒരു മനുഷ്യനെ നിർമ്മിക്കുന്ന, നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്ന ഒരു വലിയ സംഘടനയായിട്ടാണ് JCI നമ്മൾ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുന്നത്. കേവലം ആശയങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ് സംഘടനയുടെ പ്രത്യേകത. അവസരങ്ങൾ കൊടുക്കുന്നു, നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നു, അങ്ങനെ നമ്മളിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നു. അവിടെയാണ് JCI വ്യത്യസ്തമായി നിൽക്കുക. പലപ്പോഴും നമ്മൾ യുവജനങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഒത്തിരിയേറെ കഴിവ് വെച്ചിട്ട് ആ കഴിവിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുപക്ഷെ അവർ കണ്ടെത്താത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മുമ്പിലേക്ക് എത്താത്തതുകൊണ്ടായിരിക്കാം, അവരുടെ ആ എനർജി പല രീതിയിലും ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്ന പല തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളിലേക്കും എല്ലാം അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിൻ്റെ കാരണം ഇതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെയാണ് JCI എന്ന സംഘടന അവരുടെ റിയൽ ടാലൻറ്റിനെ പോസിറ്റീവായിട്ട് ചാനലൈസ് ചെയ്യാൻ JCI എന്ന സംഘടന തീർച്ചയായിട്ടും യുവജനങ്ങളെ സഹായിക്കും. ഒപ്പം പ്രോത്സാഹിപ്പിക്കാൻ ഒരേ കാറ്റഗറിയിൽപ്പെട്ട ഒരു കൂട്ടം സുഹൃത്തുക്കളെയും അവർക്ക് ലഭിക്കും. തീർച്ചയായിട്ടും JCIയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒത്തിരിയേറെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും പ്രൊജക്റ്റുകളും JCI ഏറ്റെടുത്ത് നടത്താറുണ്ട്. അങ്ങനെ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതിൻ്റെ സസ്റ്റൈനബിലിറ്റിയാണ്. 2026 നാഷണൽ പ്രസിഡന്റ് ഭരത് N. ആചാര്യയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ സിപ്പിംഗ് എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അവോയ്ഡ് ചെയ്തിട്ട് സ്റ്റീൽ ബോട്ടിലുകൾ കൂടുതൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുക എന്നുള്ള ഒരു സന്ദേശം നൽകുന്ന ഒരു പ്രൊജക്റ്റാണത്. സുസ്ഥിരമായിട്ടുള്ളൊരു മാറ്റം, അതാണ് JCIയുടെ ഓരോ പ്രൊജക്റ്റിൻ്റെയും പ്രത്യേകത. അത്തരം ആശയങ്ങൾ ഏറ്റെടുക്കുന്നത് ഇന്ത്യ ഒട്ടാകെയുള്ള ചാപ്റ്ററുകളും അതിലെ മെമ്പേഴ്സുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം മാറ്റങ്ങൾ ഇന്ത്യ ഒട്ടാകെ ഒരുമിച്ച് യുവജനങ്ങൾ ഏറ്റെടുത്ത് നടത്തും. ആ രീതിയിലാണത് വിഭാവനം ചെയ്യപ്പെടുന്നത്. പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത്? അവരെ എങ്ങനെയാണ് JCIയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? പുതുതലമുറ തീർച്ചയായിട്ടും നമ്മൾ കമ്പയർ ചെയ്യുന്നതല്ല, ഒത്തിരിയേറെ കഴിവുകൾ, ഒത്തിരിയേറെ ഇൻ്റലക്ച്വലി കഴിവുകളുള്ള യങ്സ്റ്റേഴ്സാണ് പുതുതലമുറ. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു സോഷ്യലൈസേഷൻ ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മികച്ച കഴിവുകളുണ്ട്, അവരുടേതായിട്ടുള്ള തുരുത്തുകളിൽ പലപ്പോഴും ഒതുങ്ങി ജീവിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ യങ്സ്റ്റേഴ്സിന് JCI എന്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സോഷ്യലൈസിങ് സ്കില്ലിനെ വളർത്തുവാൻ ഒരു വലിയ അവസരം JCI കൊടുക്കും എന്നതിൽ യാതൊരു സംശയമില്ല. പുതുതലമുറയെക്കുറിച്ച് പറയുമ്പോൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അവരിലും അവരുടെ ലീഡർഷിപ്പിനെ കുറച്ചുകൂടി പോളിഷ് ചെയ്യാൻ JCI എന്ന സംഘടന നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തണം. ഈ ഒരു വണ്ടർഫുൾ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. വരൂ, എക്സ്പീരിയൻസ് ചെയ്യൂ, നിങ്ങളിലെ ലീഡർഷിപ്പിനെ പോളിഷ് ചെയ്യൂ. അങ്ങനെ നാളെ നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അവിടെ മികച്ച പെർഫോമേഴ്സായിട്ട് മാറാൻ ഈ സംഘടന നിങ്ങളെ സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. 2026 JCI ഇന്ത്യ സോൺ 20 നയിക്കുമ്പോൾ താങ്കളുടെ വിഷൻ എങ്ങനെയാണ്? എങ്ങനെയായിരിക്കണം ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ? ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ആ ഒരു ചോദ്യം വന്നില്ലല്ലോ എന്ന്. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. എല്ലാ വർഷവും സോൺ പ്രസിഡൻറ്റിന് ഒരു വിഷനുണ്ട്. ഈ വർഷവും സോൺ പ്രസിഡൻറ്റിന് ഒരു വിഷനുണ്ട്. അത് പലപ്പോഴും ആ കാലത്തിനനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു കാര്യമാണ് പലപ്പോഴും എടുക്കാറുള്ളത്. ഈ വർഷത്തെ നമ്മുടെ സോൺ പ്രസിഡൻറ്റ് വിഷനായിട്ട് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത്
പരിവർത്തൻ എന്നുള്ളതാണ്. ആ വാക്ക് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിലെ ആളുകളുടെ ലൈഫ് സ്റ്റൈല്, ആ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് തന്നെ ഒത്തിരിയേറെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരാറുണ്ട്. തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഈ പരിവർത്തനം ഉദ്ദേശിക്കുന്നത് ഒരു യൂ ടേൺ ആണ്, ഒരു ട്രാൻസ്ഫോർമേഷനാണ്. നമ്മൾ എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നൊരു തിരിച്ചു നടത്തമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ വെൽബീയിങ്ങിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന കുറേ പ്രോഗ്രാംസും അവയർനെസ്സുമാണ് പരിവർത്തൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മുതൽ നമ്മുടെ ഡെയിലി എക്സസൈസിൻ്റെ അഭാവം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് പരിവർത്തൻ എന്നുള്ള ഈ ഒരു പ്രോഗ്രാം കൊണ്ട്, വിഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. നമ്മുടെ സോണിലുള്ള 1000-ലധികം വരുന്ന JCI മെമ്പേഴ്സിലൂടെ ഈ ഒരു ആശയം പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ JCI സോൺ 20യുടെ ഒരു വിഷനായിട്ട് നമ്മൾ ചെയ്യുക, പരിവർത്തൻ. JCI ജീവിതം മാറ്റിവെച്ചാൽ വ്യക്തി ജീവിതത്തിൽ അങ്ങ് ട്രെയിനിങ് ആണെന്ന് പറഞ്ഞല്ലോ. JCIയുടെ ഒരു സ്വാധീനം എത്രമാത്രം കരിയറിൽ അത് പ്രയോജനപ്പെട്ടു? JCIയിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, JCIയിൽ ഞാൻ ആദ്യം വന്നപ്പോൾ എൻ്റെ ട്രെയിനിങ് സ്കില്ലിനെ എൻഹാൻസ് ചെയ്യാനും പോളിഷ് ചെയ്യാനും വേണ്ടിയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്തത്. പക്ഷേ പിന്നീട് മുമ്പോട്ട് പോയപ്പോൾ, ലീഡർഷിപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വിസിബിലിറ്റി കൂടാനും നമ്മളെ ട്രെയിനർ എന്ന നിലയിൽ കുറച്ചുകൂടെ മികച്ച രീതിയിൽ പൊസിഷൻ ചെയ്യാനും JCI എന്ന ഓർഗനൈസേഷൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി ട്രെയിനിങ് എടുത്തുകൊണ്ടിരുന്ന ഒരു ട്രെയിനറായ എനിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും ഓൺലി ത്രൂ JCI എന്ന കണക്ഷൻ വെച്ചിട്ട് ഒത്തിരിയേറെ ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റികൾ കിട്ടി എന്നുള്ളതാണ് JCI എനിക്ക് പേഴ്സണലി എന്ത് നൽകിയെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രൊഫഷൻ കണക്ട് ചെയ്ത് പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ അതിനപ്പുറത്ത് ഞാൻ നോക്കിക്കാണുന്നത് 2026 ഒരു സോൺ പ്രസിഡൻ്റ് എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് എൻ്റെ ഓരോ ലോക്കൽ ഓർഗനൈസേഷൻ പ്രസിഡൻസുമാണ്. ഇന്നിപ്പോൾ ഈ JCI കണക്റ്റ് ഓർഗനൈസ് ചെയ്യുന്ന JCIയുടെ വഴുത്തല പ്രസിഡൻ്റായിട്ടുള്ള അബിൻ മുതൽ അങ്ങോട്ട് മിടുക്കരായിട്ടുള്ള ചുറുചുറുക്കുള്ള ഒരു പറ്റം ലോക്കൽ ഓർഗനൈസേഷൻ പ്രസിഡൻസാണ് ഈ വർഷം സോൺ 20യെ നയിക്കുന്നത് എന്നുള്ളതും അഭിമാനവും സന്തോഷവുമുള്ളതാണ്. അവരുമായിട്ടുള്ള ആ ഒരു സൗഹൃദവും ഞാൻ ഏറെ ആസ്വദിക്കുന്നു. ഒരുപാട് സന്തോഷം. വളരെയേറെ തിരക്കുകൾക്കിടയിലും ഇത്രയേറെ സമയം JCIക്ക് വേണ്ടി, JCI കണക്റ്റിന് വേണ്ടി ഞങ്ങളോടൊപ്പം പുതുതലമുറയോട് ഇത്രയും വിശേഷങ്ങൾ പങ്കുവെച്ച അങ്ങേക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. JCI കണക്റ്റ് ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രോഗ്രാം. ഏറ്റവും വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി എപ്പിസോഡ്സ് ഉണ്ടാവട്ടെ. അനേകരിലേക്ക് ഒത്തിരി നല്ല അറിവുകൾ പങ്കുവെച്ചു കൊടുക്കാൻ ഈ ഒരു ഇനിഷ്യേറ്റീവിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശ്രീജിത്ത് അടക്കം, നിങ്ങളുടെ പ്രസിഡന്റ് എബിൻ അടക്കം ഉള്ള എല്ലാവർക്കുമുള്ള അഭിനന്ദനം അറിയിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു.